ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ നമ്മൾ നോക്കുന്നത് സിറ്റിസൻസ് പാർട്ട് 10 ആയിട്ടാണ്. അപ്പോൾ നമ്മളൊന്ന് വേറൊരു പ്ലാനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിറ്റി ഈ ലാൻഡ് മൊത്തമല്ലേ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീച്ച് സൈഡിൽ അത് കൂടെ മൊത്തം നമ്മൾ റൗണ്ട് അടിക്കാൻ പോകണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ വട്ടത്തിൽ ഇതിൻ്റെ 4 പുറം പോകുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലോ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ വണ്ടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് കാണിച്ച വണ്ടിയില്ലേ, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. ഓക്കെ, ഫസ്റ്റ് ഇരിക്കുന്നത് ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇതിനെ പറ്റിയുള്ള ഓഫർ ഞാൻ വിചാരിച്ചായിരുന്നു കുറച്ച് ഓഫർ ചെയ്യണമെന്നൊക്കെ. വിചാരിച്ചാണ്, പക്ഷേ പറ്റുന്നില്ല. പറ്റുന്നില്ല എന്നല്ല, 4 പുറം പോകുമ്പോൾ തന്നെ കുറച്ച് ഓഫ് റോഡ്സ് ഉണ്ടാവും. മാത്രമല്ല, ഓഫ് റോഡ് ചെയ്യാൻ സ്ഥലമൊന്നും അധികം പകുതിയോളം സിറ്റിയാണ്. കുറച്ചൊക്കെ ഉണ്ടാവും, പക്ഷെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അതുകൊണ്ട് മറ്റേ നമ്മൾ നേരത്തെ തള്ളിയിട്ടൊന്ന് തോന്നുന്നു. നമുക്ക് നേരെ ഈ വണ്ടിയിൽ കയറിയിട്ട് റൗണ്ട് അടിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വണ്ടികളെടുക്കാം കുറേ ആകുമ്പോൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തേക്ക് ചിലപ്പോൾ ഉള്ളും, അപ്പോൾ വേറെ വണ്ടി എടുത്തിട്ട് പോവാം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ കാര്യം. ഇനി മാറ്റാൻ എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ ആരും ചാടില്ല കേട്ടോ മുമ്പിൽ പണ്ടത്തെ പോലെ. അപ്പം ഞങ്ങളിവിടെ മാപ്പിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് അതാണ് ഇപ്പോൾ സംഭവം. അവിടെ എന്തൊരു സംഭവിക്കുന്നുണ്ട്. ഇനി അതവിടെ പോയിട്ട് എടുത്തിട്ട് വരട്ടെ. ഓ, എന്താടാ നീ ഇങ്ങനെ? അപ്പോഴവൻ തല ഇറങ്ങി വീണു. അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് കാല് കുത്തിയല്ലേ ഉള്ളൂ. അതോ ഞാൻ പ്രോപ്പറായിട്ട് നിർത്താതെ ഇറങ്ങിയതുകൊണ്ടാണ് പോണത്. എന്തായാലും നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അത് അവിടുത്തെ ഉയരത്തുനിന്ന് ചാടണം. പക്ഷേ ഒരു മിനിറ്റ്, ഒന്നും കൂടി നോക്കട്ടെ. സ്പീഡിൽ വന്നിട്ട് വെള്ളത്തിക്കാണ്ട് ചാടിയ എത്തുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാം. പക്ഷെ എന്നാലും ഞാൻ നോക്കണേ, അത് ഉള്ളിൽ കൂടെ ഒക്കെ പോയി. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ സമയം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഏത് വഴി കൂടെ പോകണം? ഇത് കൂടെ തന്നെ പോകാം. അപ്പോൾ മെയിനായിട്ട് ഈ ഐഡിയ എവിടെ നിന്ന് എനിക്ക് കിട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റോപ്പ് ഹീറോ ഇല്ലേ, മറ്റേ ബ്ലൂ കളർ റോപ്പ് ഹീറോ. അപ്പോൾ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ചുറ്റിയാലോ. അപ്പോൾ അവിടെ ഇത്തിരി മിലിറ്ററി ബേസൊക്കെ ഉണ്ട്. അതിൻ്റെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ വെച്ചാൽ പാർട്ട് അങ്ങനെയൊന്നുമില്ല, വെറുതെ ഒരു വീഡിയോ മാത്രം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ കളിക്കണത് എന്നൊക്കെ. അതിൽ ഒരു COVID-19 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. മുട്ടല് COVID-19 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. നിങ്ങളത് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറിൽ എമർജൻസി സോൺ എന്നൊക്കെ പറഞ്ഞിട്ട്, എമർജൻസി എന്തോ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു വണ്ടി. അതുകൊണ്ട് പക്ഷെ അത് എനിക്കത് ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രേക്ക് ഓടിക്കുമ്പോൾ കയറില്ലേ? ഓ, പിന്നല്ല നമ്മുടെ വണ്ടി. ഇതാണ് ഞാൻ ഈ വണ്ടി എടുക്കാനുള്ള കാരണം. സെയിം വണ്ടിയാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡിങ് അങ്ങനെയൊക്കെ പറ്റിയ വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു തന്നെ. അപ്പോൾ ഇനി നമുക്ക് പോകാം. അതെന്തത് എന്നത്? ഓ, മറ്റേ എന്താ ഞാൻ പറയല്ലോ, സർഫിങ് അങ്ങനത്തെ സംഭവം അതിൻ്റെയാണെന്ന് തോന്നുന്നത്. മറ്റേ തിരുമലയുടെ ഇടയ്ക്കൂടെ പോയിട്ട് ശ്വാസം മുട്ടണമൊക്കെ മറ്റേ തിരുമലയുടെ സുനാമി വരുമ്പോൾ അത് സാധനങ്ങളുണ്ട്. ഓ, അത് ശരി. ഇതിൻ്റെ ടയറിൽ കുടുങ്ങി ഒഴിവാക്ക്. പോസ്റ്റ് വരെ ഇടിച്ച് വീണു. എന്നിട്ട് ഇത് മാറി. പോയി. ഓ, കാറിന് ഡാമേജ് ഇല്ല. ഇത് ജർമ്മനിയിൽ നിന്ന് ഉണ്ടാക്കിയ കാറാന്ന് തോന്നുന്നു. കണ്ട, ഒരു സ്പാർക്കാണ് വരുന്നത്. സ്പാർക്ക് ചില്ലറ ഡെൻറ്റുകളൊന്നും വരുന്നില്ല. സ്പാർക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ പറ്റില്ലേ? മറ്റേ ഇൻവിസിബിൾ വാളുണ്ടെന്ന് എനിക്ക് തോന്നാം, മറ്റേ വണ്ടികളൊക്കെ ഇടിക്കുമ്പോൾ ഉള്ളത്. ഞാൻ കാണിച്ചില്ല. ഇനിയിപ്പോൾ നമ്മൾ എത്ര ചെയ്യാണ്ട്
ഇവിടെ നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കേട്ടോ. അവിടെ നിന്ന് ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി ഇനിയും കുറേ ഐലൻഡ്. ഇത് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ ഞാൻ വേറെ വണ്ടികൾ എടുക്കും. അല്ലാതെ ഇത് പതിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ, ഇത് എങ്ങനെയൊക്കെ വെള്ളത്തിൽ പോകുമല്ലോ. അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. ഇതൊക്കെ ഞാൻ വേറെ വണ്ടികൾ എടുക്കാതെ നോക്കാം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ വെള്ളത്തിൽ വീഴാതെ നോക്കണം കേട്ടോ. ഇതിൽ കയറണ്ടായിരുന്നു. പിന്നെ മറ്റേ ഇതില്ലേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ മിലിറ്ററി ബേസിൻ്റെ അറ്റത്ത് കൂടെ അയ്യോ ഞാൻ സ്കിഡായി പോകുന്നു. ഓക്കെ വന്നു. അത് കണ്ട 90 ഡിഗ്രി, ഏകദേശം 90 ഡിഗ്രി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് ഓടിച്ചു വന്നു. നോക്ക് പോകുന്നു. അതാണ് നേരത്തെ അവിടെ നിന്ന് ഒരു സാധനം എടുത്തില്ലേ. ഞാനിപ്പോൾ എന്തായാലും ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചാടിക്കാൻ പറ്റുമോ അങ്ങോട്ട് നോക്കിയാലേ? വേക്കടിക്ക്. അയ്യടാ കുട്ടിവാഴ അല്ല കുട്ടിത്തെക്കാൻ തോന്നുന്നു. പോയിക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇനിയും ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ അതൊക്കെ സ്പീഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതെന്തോ BMW എനിക്കത് തോന്നുന്നത്. എന്തായാലും മറ്റേ വണ്ടി അവിടെ പെട്ടതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതുകൊണ്ടൊന്നും പറ്റില്ല. നോക്കിക്കോണ്ട, ഇത് BMW തോന്നുന്നത്. അത് ഓടിയ എന്തിനൊക്കെ ആവട്ടെ, നിങ്ങൾ കമൻറ്റിൽ പറയും. പ്രത്യേകിച്ച് ജെന്നി വൈറ്റി ഒഫീഷ്യൽ ഉണ്ടല്ലോ, അവൻ എല്ലാ കാറും അറിയുണ്ടാവും. ഈ കാർ ഏതാണെന്ന് അവൻ അറിയുണ്ടാവും. അവനെല്ലാ എൻ്റെ വീഡിയോയിൽ കമൻ്റ് ഇടുന്നതാണ്. എന്തായാലും ഇതിനെക്കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞു. എനിക്കിപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കാരണം എത്ര ഞാൻ ട്രൈ ചെയ്തിട്ടും ഒരു വണ്ടികളും വരുന്നില്ല. എൻ്റെ മറ്റേ ഓഫ് റോഡിങ് വണ്ടിയും ഓർഡർ ചെയ്യാനും പറ്റുന്നില്ല. എല്ലായിടത്തുനിന്നും ഞാൻ ബ്ലോക്കായിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഇതൊക്കെ സിറ്റി കാസാടാ. ഇതൊക്കെ സിറ്റി കൂടെ, ഈ ഫ്ലാറ്റായ റോഡ് കൂടെ ഒക്കെ ഓടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാൻ ബൈക്കും കൊണ്ടും അടുത്ത കഥകളി. അയ്യോ ബൈക്ക് സൈഡിലിരിക്കുന്ന ഒരു സംഭവം. ഫ്ലൈയിങ് മോട്ടോർ സൈക്കിൾ. ഫ്ലൈയിങ് വായിച്ചു. ഇതുണ്ട് അവിടെ മറ്റെന്തോ റോബോട്ടൊക്കെ. അപ്പോൾ നമ്മൾ ഇത് കൂടെ ബൈക്ക് പിന്നെ പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കണ്ട, അത് ശ്രദ്ധിക്കേണ്ട. അത് ഞാൻ റെക്കോർഡിങ്ങിൻ്റെ ഒരു സംഭവം മാറ്റിയതാണ് കേട്ടോ. റെക്കോർഡിങ്ങിൻ്റെ ഐക്കണിൽ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പോണത് അതിൽ നിന്ന് ഞങ്ങൾ നീക്കി വെച്ചതാണ്. ബൈക്ക് പോയി. അങ്ങനെ നമ്മളെല്ലാം കളയുമല്ലോ. ഈ ബൈക്ക് എന്താ ഇത്ര മുങ്ങിയാൽ തന്നെ ഇതാവണത്. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാൻ? ഇത് ഓർഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ വണ്ടി ഓർഡർ ചെയ്തിട്ട് അപ്പുറത്ത് തൊടിയിൽ പോയിട്ടാണത് സ്പോണായത് തന്നെ, അല്ല ഡെലിവർ ആയത് തന്നെ. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി എടുക്കുമ്പോഴേക്കും കുറേ സമയം കഴിഞ്ഞു. അപ്പോൾ അതും ഞാൻ അവിടെ സ്പീഡപ്പ് ചെയ്താണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐലാൻഡ് കഴിഞ്ഞു തോന്നുന്നു. നമുക്കതായാലും ഒരു പ്രാവശ്യം കൂടി പോവാം. ഇനിയും കുറേ പോകേണ്ടത് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ചെറിയ ഐലാൻഡൊന്നും അല്ല. ഇത് ഫണ്ണാവുന്നു. ഫണ്ണൊക്കെ തന്നെയാണ്. ഫസ്റ്റ് 2 പ്രാവശ്യം വന്നതാണ്ട. മറ്റേ 90 ഡിഗ്രി വന്നു, പിന്നെ മറ്റേ കുളവും ചാടിക്കളന്നു. അതൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഈ വണ്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡിങ് വണ്ടികൾക്കൊക്കെ സസ്പെൻഷൻ കൂടുതലാവണം, എന്നാലേ ഇതുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് ഓഫ് റോഡ് പോകാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ മല കയറുകയാണ്. ഇത് നല്ല പവറുള്ളതായിരുന്നല്ലോ. ഇപ്പം എന്തത് പറ്റുന്നില്ല ഇത് മല കയറാനൊന്നും. കയറ്. ഓക്കെ, പോയിക്കോ. അത്രേ ഉള്ളൂ. കണ്ട നമ്മുടെ വണ്ടി. ശരി, ഇങ്ങോട്ട് വരാനാണ് എത്ര നേരം കയറിയത്. എടാ റോട്ടിൽ കൂടെ ഓടിക്കുകയാണോ നീ? എന്താ അവനൊക്കെ പ്രശ്നം? കയറ്. പോയി. ഇപ്പം മാറി. അയ്യടാ സോറി. കയറ്. ഇത് കൂടെ വരും, അപ്പുറത്തൂടെ വരും. അതന്നെ. റോട്ടിൽ കൂടെ ഓടിക്കണേ.
എടാ കയറടാ ഒന്ന്. ആ കയറി വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. എനിക്ക് വയ്യ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ലാൻഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.